Hi students, good morning all. After third chapter, third chapter we discussed about page orientation, watermark in last class, and then we want to discuss custom watermark. Okay, how are you students? Are you okay? Then all of you take your textbook. Take 32nd page number 32. Page number 32, custom watermark. Last class we discussed about watermark. What is watermark? What is watermark? Watermark is a text or image that is shown as a faint imprint behind your document. നിങ്ങളുടെ ഡോക്യുമെൻറ്റിന് പിന്നിലായിട്ട് ഹൈഡ് ചെയ്ത രൂപത്തിൽ കാണപ്പെടുന്ന ടെക്സ്റ്റ് ഓർ പിക്ചേഴ്സിനെയാണ് നമ്മൾ വാട്ടർമാർക്ക് എന്ന് പറയുക അല്ലേ. ഒഫീഷ്യൽ പേപ്പേഴ്സിലാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ദാറ്റ് ഈസ് വാട്ടർമാർക്ക്. ആൻഡ് ഹിയർ വി വാണ്ട് ടു ഡിസ്കസ് കസ്റ്റം വാട്ടർമാർക്ക്. വാട്ട് ഈസ് കസ്റ്റം വാട്ടർമാർക്ക്? കസ്റ്റം വാട്ടർമാർക്ക്. Through this custom watermark, you can add pictures to your document. Okay, instead of default text. Default ആയിട്ട് നിങ്ങളുടെ വിൻഡോയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റുകൾ വാട്ടർമാർക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, അതിന് പകരമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ വാട്ടർമാർക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ആൻഡ് ഓൾസോ യു ക്യാൻ ആഡ് പിക്ചേഴ്സ് ബിഹൈൻഡ് യുവർ ഡോക്യുമെൻറ്റ്. ദാറ്റ് ഈസ് കസ്റ്റം വാട്ടർമാർക്ക്. കസ്റ്റം വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടെക്സ്റ്റുകളോ പിക്ചറുകളോ അല്ലാതെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് ഈവൻ യുവർ നെയിം, നിങ്ങളുടെ പേര് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ഹൈഡ് ചെയ്ത് വരുന്ന രീതിയിൽ ഷോ ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, ചിത്രമായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ലിസൺ, ഇവിടെ ഡു നോട്ട് കോപ്പി എന്നുള്ളത് ഒരു ഹൈഡ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊണ്ടുവരാം. ആൻഡ് എനി അതർ ടെക്സ്റ്റ് ലൈക്ക് ദിസ്, ഇതുപോലെ ഏത് ടെക്സ്റ്റുകളെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുവരാം. ദാറ്റ് ഈസ് കസ്റ്റം watermark. Then how we insert a custom watermark in your document? There are some steps for inserting custom watermark in your text. നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് കസ്റ്റം വാട്ടർമാർക്ക് കൊണ്ടുവരാനുള്ള സ്റ്റെപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ക്ലിക്ക് ഓൺ ദി പിക്ചർ വാട്ടർമാർക്ക് ഓപ്ഷൻ. വാട്ടർമാർക്കിൻ്റെ ഡയലോഗ് ബോക്സ് നമ്മൾ കണ്ടല്ലോ. വാട്ടർമാർക്കിൻ്റെ ഡയലോഗ് ബോക്സിൽ പിക്ചർ വാട്ടർമാർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഡിഡ് യു സീ ദാറ്റ്? പിക്ചർ വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അല്ലേ. പിക്ചർ വാട്ടർമാർക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ പ്രിന്റഡ് വാട്ടർമാർക്കിൻ്റെ ഡയലോഗ് ബോക്സിൽ പിക്ചർ വാട്ടർമാർക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ആദ്യം പിക്ചർ വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ക്ലിക്ക് ചെയ്യണത് നമ്മുടെ ഡയലോഗ് ബോക്സിലെ പിക്ചർ വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ്, പിക്ചർ വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓൺ ദി സെലക്ട് പിക്ചർ ബട്ടൺ. അവിടെ സെലക്ട് പിക്ചർ എന്നുള്ളൊരു ബട്ടൺ, സെലക്ട് പിക്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ സെലക്ട് പിക്ചർ ബട്ടൺ. സെലക്ട് പിക്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പിക്ചർ വാട്ടർമാർക്കിൽ നെക്സ്റ്റ് ബട്ടണാണ് സെലക്ട് പിക്ചർ. ആ സെലക്ട് പിക്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് പിക്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ് ഷോ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചേഴ്സിൽ നിന്ന് പിക്ചർ സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോയാണ് ഓപ്പൺ ചെയ്ത് വരിക. ആൻഡ് യു മേ സെലക്ട് any of the picture. Okay,
In the insert picture dialog box, the picture, select the picture. Then select the picture. That is the next step. Select the picture. നിങ്ങൾക്ക് വേണ്ട picture dialog box നിന്ന് സെലക്ട് ചെയ്യും. പിക്ചർ ഡയലോഗ് ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ബട്ടൺ ഉണ്ട്. അതായത് പിക്ചർ ഡയലോഗ് ബോക്സിൽ ഒരുപാട് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ബിലോ ദാറ്റ് ദർ ഈസ് ദ ഇൻസേർട്ട് ബട്ടൺ. ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ ദി ഇൻസേർട്ട് ബട്ടൺ. ദെൻ ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എവിടെ എത്തും? നമ്മുടെ ഡോക്യുമെന്റിൽ എത്തിച്ചേരും അല്ലേ? ഇൻസേർട്ട് ചെയ്തു വന്നു അല്ലേ? ആഫ്റ്റർ ദാറ്റ് ക്ലിക്ക് ഓൺ ഓക്കെ. അവിടെ തന്നെ നമുക്ക് ഓക്കെ ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ദെൻ ദ സെലക്റ്റഡ് പിക്ചർ എന്ത് ചെയ്തു? ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പിക്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവും? സെലക്റ്റഡ് പിക്ചർ ബിക്കം യുവർ വാട്ടർമാർക്ക്. നിങ്ങളുടെ വാട്ടർമാർക്കായിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റിലേക്ക് അത് എത്തി. ഓക്കെ, സെലക്റ്റഡ് പിക്ചർ ബിക്കം യുവർ വാട്ടർമാർക്ക്. ഓക്കെ, that is the steps. അപ്പോൾ നമുക്ക് കസ്റ്റം വാട്ടർമാർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ഡീഫോൾട്ട് ടെക്സ്റ്റ് ഓർ പിക്ചർ ഓർ ഇൻസ്റ്റെഡ് ഓഫ് ഡീഫോൾട്ട് ടെക്സ്റ്റ്. ഡീഫോൾട്ടായിട്ട് നമുക്ക് ചില ടെക്സ്റ്റുകൾ കാണാൻ പറ്റും. ഡു നോട്ട് കോപ്പി, ദാറ്റ് വി ക്യാൻ സീ അല്ലേ? നമ്മൾ ഡു നോട്ട് കോപ്പി എന്നുള്ളൊരു ടെക്സ്റ്റാണ് ഇവിടെ കണ്ടത്. അതുപോലെ ഉള്ള ടെക്സ്റ്റുകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റുകൾക്ക് പകരമായിട്ട് നമുക്ക് നമ്മുടെ പേരുകളോ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകളോ എന്ത് ചെയ്യാം? ഇതിലേക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് വാട്ടർമാർക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദാറ്റ് ഈസ് കസ്റ്റം വാട്ടർമാർക്ക്. ഓക്കെ, കസ്റ്റം വാട്ടർമാർക്കിൽ അത് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് വാട്ടർമാർക്ക് ഡയലോഗ് ബോക്സിൽ പിക്ചർ വാട്ടർമാർക്കിൽ ക്ലിക്ക് ഓൺ പിക്ചർ വാട്ടർമാർക്ക്. ദെൻ സെലക്ട് യുവർ പിക്ചർ. പിക്ചർ വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ പിക്ചർ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. സെലക്ട് പിക്ചർ. ദെൻ പിക്ചർ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിക്ചർ സെലക്ട് ചെയ്യാം. പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്ചർ വാട്ടർമാർക്കായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലേക്ക് എത്തപ്പെടും. ദാറ്റ് ഈസ് കസ്റ്റം വാട്ടർമാർക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് ബോർഡർ ആണ് കേട്ടോ. പേജ് ബോർഡർ. പേജ് ബോർഡർ വാട്ട് ഈസ് പേജ് ബോർഡർ? നമുക്കറിയാം പേജ് ബോർഡർ എന്താണ്? നമ്മളെല്ലാവരും പേജിന് ബോർഡർ കൊടുക്കാറുണ്ട് അല്ലേ? അതായത് അട്രാക്റ്റീവ് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെയുള്ള വേർഡ്, അതായത് അഡ്വാൻസ്ഡ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ? അഡ്വാൻസ്ഡ് ഫോർമാറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിനെ എങ്ങനെ അട്രാക്റ്റീവ് ആക്കി മാറ്റാം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേജിന് എങ്ങനെ അട്രാക്റ്റീവ് ബോർഡേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹൗ ടു ക്രിയേറ്റ് അട്രാക്റ്റീവ് ബോർഡേഴ്സ് ഇൻ യുവർ പേജ്. ഓക്കെ, then what is page border? Page border എന്താണ്? Page border means the outline that we given to our page. അല്ലേ? നമുക്ക് പേജിന് ബോർഡർ കൊടുക്കുക അല്ലെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കുക. ദാറ്റ് ഈസ് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് അട്രാക്റ്റ് അവർ പേജ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് അല്ലേ? നമ്മുടെ ഡോക്യുമെൻറ്റിനെ അല്ലെങ്കിൽ നമ്മൾ എന്താണോ എഴുതുന്നത് ആ എഴുതുന്ന പേജിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് ബോർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേജ് ബോർഡർ ഈസ് ആൻ ഔട്ട്ലൈൻ ഗിവൺ ടു എ പേജ് ടു മേക്ക് ഇറ്റ് ലുക്ക് മോർ അട്രാക്റ്റീവ് അല്ലേ? പേജ് ബോർഡർ ഈസ് ആൻ ഔട്ട്ലൈൻ. എന്താണ് പേജ് ബോർഡർ? പേജ് ബോർഡർ ഈസ് ആൻ ഔട്ട്ലൈൻ. Page border is an outline.
അല്ലേ? പേജ് ബോർഡർ ഈസ് ആൻ ഔട്ട്ലൈൻ ഗിവൺ ടു എ പേജ്. പേജിന് കൊടുക്കുന്ന ഔട്ട്ലൈൻ given to a page. Page border is an outline given to a page. What is page border? Page border is an outline given to a page. Given to a page. എന്തിനു വേണ്ടിയിട്ടാണ്? To make it more attractive. To or it look more attractive. To make it more attractive. അല്ലേ? അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലേ? To make it more attractive. What is page border? Page border is an outline given to a page. What is page border? Page border is an outline given to a page to make it more attractive. Page border is an outline given to a page to make it more attractive. That is page border. And here the steps how we insert page border. Page border എങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം? That we want to discuss here. അല്ലേ? എങ്ങനെ നമ്മൾ പേജ് ബോർഡർ നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സിലേക്ക് എങ്ങനെയാണ് പേജ് ബോർഡർ ഇൻസേർട്ട് ചെയ്യാം? നമ്മളൊരു ജസ്റ്റ് ഒരു പേജിലേക്ക് ഒരു ബോർഡർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് മുഴുവൻ ആ അതേ ബോർഡർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു പേജുകൾ എത്ര ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ 1 to 50 50 പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 പേജിലും ഒരേ ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒറ്റ പേജിൽ സെറ്റ് ചെയ്താൽ അതെല്ലാ പേജിലേക്കും അപ്ലൈ ചെയ്ത് വരും. ആൻഡ് ഹൗ? ഫസ്റ്റ് വിച്ച് ടാബ്? ഇറ്റ് ഈസ് ഇൻ പേജ് ലേഔട്ട് ടാബ്. ആദ്യം നമ്മൾ പോകേണ്ടത് പേജ് ലേഔട്ട് ടാബിലേക്കാണ്. പേജ് ലേഔട്ട് ടാബ്. ഓക്കെ, പേജ് ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യാം. After that, first click on page layout tab, then click on page borders. Page borders click ചെയ്യാം. Page borders, that is pictorially represented in your textbook. അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ പിക്ടോറിയലി അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ പേജ് ലേഔട്ട് ടാബ്. പേജ് ലേഔട്ട് ടാബ് എത്രാമത്തെ ടാബാണ്? പേജ് ലേഔട്ട് ടാബ്. That is first tab home tab, then insert tab, then page layout tab. അല്ലേ? പേജ് ലേഔട്ട് ടാബ് തേർഡ് ടാബാണ് പേജ് ലേഔട്ട് ടാബ്. പേജ് ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ അവിടെ പേജ് ബോർഡേഴ്സ് ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പേജ് ബോർഡേഴ്സ് ഓപ്ഷൻ. പേജ് ബോർഡേഴ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. Then click on page border tab. അവിടെ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് എന്നുള്ളൊരു ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ചെയ്ത് വരിക. പേജ് ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് എന്നുള്ള ഒരു പുതിയ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. ആ ഡയലോഗ് ബോക്സിൽ പേജ് ബോർഡർ എന്നുള്ള രണ്ടാമത്തെ ടാബിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, പേജ് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സിൽ പേജ് ബോർഡർ ടാബിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ക്ലിക്ക് ഓൺ പേജ് ബോർഡർ. Click on page border. പേജ് ബോർഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേജ് ബോർഡർ ഓപ്ഷൻ ഉള്ളത് പേജ് ബോർഡേഴ്സ് ബട്ടണിൽ പേജ് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സിൽ പേജ് ബോർഡർ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, പേജ് ബോർഡർ ഓപ്ഷനിൽ അല്ലെങ്കിൽ പേജ് ബോർഡർ ടാബിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ടാബ് സ്പെസിഫൈ ചെയ്യാം ബിക്കോസ് ഹിയർ ഓൾസോ പേജ് ബോർഡേഴ്സ്. ദിസ് ഇസ് പേജ് ബോർഡേഴ്സ്. പേജ് ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. ആൻഡ് ഇൻ ദാറ്റ് ഡയലോഗ് ബോക്സ് വി ക്യാൻ സീ പേജ് ബോർഡർ ടാബ്. പേജ് ബോർഡർ ടാബ്. പേജ് ബോർഡർ ടാബിൽ then choose the style, color and width of the border. അവിടെ നിങ്ങൾക്ക് പേജ് ബോർഡർ ടാബിൽ നിങ്ങളെ ഏത് സ്റ്റൈലിലുള്ള പേജ് ബോർഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലേ? പല മോഡൽ പേജ് ബോർഡറുകൾ ഉണ്ട്. അല്ലേ? പല മോഡൽ ഡോട്ടുകളായിട്ട് നിങ്ങൾക്ക് പേജ് ബോർഡറുകൾ സെറ്റ് ചെയ്യാം. അല്ലേ? അതുപോലെ ജസ്റ്റ് ലൈൻ കൊടുക്കാം. ഈ ലൈനിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലേ? തട്ടിക്കൂടിയ രീതിയിൽ കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം.
and there is picture style also. Okay. There is art page borders also. Okay, art styles. Choose the style, color and width of the border. Fourth stage adane, choose the color. നിങ്ങൾക്ക് കളർ മാറ്റി കൊടുക്കാം, നിങ്ങളുടെ ബോർഡറിന്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, സ്റ്റൈൽ സെറ്റ് ചെയ്ത് കൊടുക്കാം, ആൻഡ് വിഡ്ത്ത് ഓൾസോ യു ക്യാൻ സെറ്റ്, അതും സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ഓൺ, ഇതല്ല, അതായത് നിങ്ങൾക്ക് ഈ ഒരു ബോർഡർ അല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ആർട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ആർട്ട് സ്റ്റൈലുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്, ആർട്ടിസ്റ്റിക് സ്റ്റൈലുകളാണ് വേണ്ടതെങ്കിൽ ആർട്ട് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓക്കെ. ഓക്കെ, സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് സെലക്ട് സ്റ്റൈൽ, കളർ, then style, color and width. width സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇത്രയാണ് നമ്മൾ സാധാരണ ഒരു ബോർഡർ സെറ്റ് ചെയ്യാനുള്ളത്. ആൻഡ് ഇഫ് യു നീഡ് ആർട്ടിസ്റ്റിക് സ്റ്റൈൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ക്ലിക്ക് ഓൺ ആർട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആൻഡ് സെലക്ട് എനി ഓഫ് ദി ആർട്ടിസ്റ്റിക് സ്റ്റൈൽസ്. Okay, and here is the page border that we discussed. Page border is an outline that is given to a page. Page border എന്ന് പറഞ്ഞാൽ it is an outline given to a page. For what? To make it more attractive. And there is also steps to create a page border. That is, in which tab page border situated? Page border is in page layout tab. Page layout tab is in with that is the third tab. First tab ഏതാണ്? Home tab. Second tab insert. And third tab ആയ പേജ് ലേഔട്ട് ടാബിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പേജ് ലേഔട്ട് ടാബിലെ പേജ് ബോർഡേഴ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, പേജ് ബോർഡേഴ്സ് ഓപ്ഷനിൽ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ഡയലോഗ് ബോക്സിൽ പേജ് ബോർഡർ ടാബിൽ ക്ലിക്ക് ചെയ്യാം. Okay, then open the page border dialog box again and select color, style, width, etc. Then click OK. Or if you need another style or artistic styles, click on art drop down list below that. ഇവിടെ നമുക്ക് art drop down list കാണാൻ പറ്റുന്നുണ്ട്. And select any of the artistic styles and click OK. Okay. This is the page border. Then next we want to discuss page shading. Page shading. If you need to make more attractive your document, more colorful and more beautiful in your document, then select page shading. You can further increase the presentability and the appeal of a page by filling it. കളറുകൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാം, ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാം, ഭംഗിയുള്ള പേജുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത്. ടു ഫിൽ കളർ ഇൻ യുവർ പേജ്, കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേജ് ലേഔട്ട് ടാബിൽ തന്നെയാണ് പോകേണ്ടത്. ക്ലിക്ക് ഓൺ പേജ് ലേഔട്ട് ടാബ്, ദെൻ ക്ലിക്ക് ഓൺ പേജ് കളർ ഡ്രോപ്പ് ഡൗൺ ആരോ. ഓക്കെ, പേജ് കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പേജ് കളർ ഓപ്ഷനിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ, അതായത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് കളറിൻ്റെ ഡ്രോപ്പ് ഡൗൺ ആരോ ഓപ്പൺ ചെയ്ത് വരും. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്, വി ക്യാൻ സി ഡിഫറെൻറ്റ് കളേഴ്സ് പല കളറുകൾ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് സെലക്ട് കളർ, ദ സെലക്റ്റഡ് കളർ, അതായത് സെലക്ട് എനി ഓഫ് ദി കളർ, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആൻഡ് ദ സെലക്റ്റഡ് കളർ വിൽ ബി അപ്ലൈഡ് ടു യുവർ പേജ്. നിങ്ങളൊരു പേജിലേക്ക് ഒരു കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
it will be applied to all your document. എല്ലാ ഡോക്യുമെന്റ്സിലേക്കും അത് അപ്ലൈ ചെയ്ത് വരും. ദാറ്റ് ഈസ് പേജ് ഷെയ്ഡിങ്. പേജ് ഷെയ്ഡിങ് നിങ്ങളെ പേജിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ ഇഫ് യു നീഡ് എനി കളേഴ്സ് select on or click on page layout tab, then click on page color option, then page color dialog box opens and select any of the color. The color will be applied to your page, then click OK. Okay, that is page shading. Okay, നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ പേജിൻ്റെ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫർദർ ഇൻക്രീസ് ദ പ്രസൻറ്റബിലിറ്റി ആൻഡ് അപ്പീൽ ഓഫ് പേജ്. ഓക്കെ, നിങ്ങളുടെ വർക്കിൻ്റെ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ, ടു ഇൻക്രീസ് ദ അട്രാക്ഷൻ ഓഫ് യുവർ പേജ്, യു ക്യാൻ സെലക്ട് ദി പേജ് ഷെയ്ഡിങ്. യു ക്യാൻ സെലക്ട് എനി ഓഫ് ദി കളർ ഫ്രം ദി പേജ് കളർ. ഓക്കെ, പേജ് കളർ ഓപ്ഷൻ. പേജ് കളർ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പേജ് കളർ ഓപ്ഷൻ ഉള്ളത് എവിടെയാണ്? ദാറ്റ് ഈസ് ഓൾസോ ഇൻ പേജ് ലേഔട്ട് ടാബ്. പേജിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുക എവിടെ പോയിട്ടാണ്? പേജ് ലേഔട്ട് ടാബിലാണ് അല്ലേ. നമ്മൾ പേജ് ബോർഡർ സെറ്റ് ചെയ്തു, പേജ് ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചർ ഓർ ടെക്സ്റ്റ് കൊണ്ടുവന്നു, ദാറ്റ് ഈസ് വാട്ടർ മാർക്ക്, ദാറ്റ് ഈസ് ഓൾസോ പേജ് ലേഔട്ട് ടാബ് അല്ലേ. ആൻഡ് പേജ് കളർ കൊടുത്തു, ദാറ്റ് ഈസ് ഓൾസോ പേജ് ലേഔട്ട് ടാബ്. പേജിൻ്റെ എല്ലാ ലേഔട്ട്സ് സെറ്റ് ചെയ്യാൻ നമ്മൾ പേജ് ലേഔട്ട് ടാബിലാണ് പോവേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻസേർട്ടിംഗ് കോളം ആൻഡ് കോളം ബ്രേക്ക്. നെക്സ്റ്റ് ഓപ്ഷൻ ഇൻസേർട്ടിംഗ് കോളം ആൻഡ് കോളം ബ്രേക്ക്. Inserting column and column break. If you creating any articles, essays, etc. അതുപോലുള്ള ടെക്സ്റ്റുകൾ, ലോങ് ടൈപ്പ് ടെക്സ്റ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിനെ കോളംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. ന്യൂസ് പേപ്പർ കണ്ടില്ലേ? ന്യൂസ് പേപ്പറിൽ ഓരോ കോളംസ് ആയിട്ടാണ് ന്യൂസ് എഴുതിയിട്ടുള്ളത്. ഫോർ ഇറ്റ്സ് അട്രാക്ഷൻ അല്ലേ, അട്രാക്ഷന് വേണ്ടിയിട്ട്. അതുപോലെ അത് എന്താണ്? ഓർഗനൈസ്ഡ്, വളരെ വൃത്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താണ്? ഇതിനെ കോളംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പോൾ ഹൗ വി ഇൻസേർട്ട് എ കോളം ബ്രേക്ക് ഓർ ഇൻസേർട്ട് കോളംസ് ആയിട്ട് തിരിക്കാം, കോളം ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കോളംസ്. You must have seen that magazines and newspapers are different from normal Word document. Magazines and newspapers that we can see. Magazines and newspapers are different from normal Word. ന്യൂസ്പേപ്പറുകളൊക്കെ ഞാൻ പറഞ്ഞു, ഇതിനെ നമുക്ക് ഇപ്പം ഒരുപാട് ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്പെഷ്യൽ കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ് അല്ലേ. അപ്പോൾ like that, the text on them is written in more than one column on the same page. That is, you can also write a text in your Word document in more than one column. To insert column in a Word document, follow the steps as shown in figure 3.16. അത് അവർ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ കോളംസ് ആയിട്ട് തിരിച്ചെഴുതുന്നതല്ല. that they are typing. അവർ ടൈപ്പ് ചെയ്ത് പോവുകയും അതിനുശേഷം ഈ കോളംസ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹൗ, അതാണ് നമ്മൾ നോക്കാൻ പോണത്. ക്ലിക്ക് ഓൺ ദി പേജ് ലേഔട്ട് ടാബ്. ഇവിടെ നമ്മൾ എന്താണ് ഏത് ടാബാണ് യൂസ് ചെയ്യുന്നത്? പേജ് ലേഔട്ട് ടാബാണ് യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ഓൺ ദി പേജ് ലേഔട്ട് ടാബ്. ഓക്കെ, പേജ് ലേഔട്ട് ടാബിൽ if you need the short forms of these steps, write this.
ഓക്കെ. ദെൻ കോളം ആൻഡ് കോളം ബ്രേക്ക് അല്ലേ, കോളം ആൻഡ് കോളം ബ്രേക്ക്. കോളം ആൻഡ് കോളം ബ്രേക്കിൽ നമ്മൾ ഫസ്റ്റ് പോണത് എവിടെ തന്നെയാണ്? പേജ് ലേഔട്ട് ടാബ് അല്ലേ, പേജ് ലേഔട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് കോളംസ്. ഓക്കെ, കോളംസിൽ ക്ലിക്ക് ചെയ്യാം. കോളംസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം select the number of columns അല്ലേ, അവിടെ we can see 1 column, 2, then 3, then left, right അല്ലേ, മോഡൽസ് ഷോ ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മോർ കോളംസ് ഓപ്ഷൻ ഓൾസോ അല്ലേ. അപ്പോൾ സെലക്ട് എനി നമ്പർ ഓഫ് കോളംസ് ഫ്രം ദ ലിസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് ഏത് നമ്പറാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുക. Then select the left or right options if you want smaller columns on the left. Smaller columns on the left, you can select left option, and right side is smaller columns വേണ്ടതെങ്കിൽ right option select ചെയ്യാം. And after that more columns option എന്തിനു വേണ്ടിയിട്ടാണ്? To insert more columns അല്ലേ, ഇതിനേക്കാൾ കൂടുതൽ കോളംസ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ more columnsൽ ക്ലിക്ക് ചെയ്യാം. Then enter the number of columns here. നമ്പർ ഓഫ് കോളംസ്, അതായത് മോർ കോളംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡയലോഗ് ബോക്സ് അവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 35 ഇൻസേർട്ടിങ് കോളം ആൻഡ് കോളം ബ്രേക്കിൽ ലിസൺ ടു യുവർ ടെക്സ്റ്റ് ബുക്ക്. കോളംസ് എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ. ദർ ഓപ്പൺ എ ഡയലോഗ് ബോക്സ് ദാറ്റ് ഈസ് കോളംസ്. കോളംസ് ഡയലോഗ് ബോക്സിൽ എൻ്റർ ദി നമ്പർ ഓഫ് കോളംസ്, അവിടെ നിങ്ങൾക്ക് നമ്പർ ഓഫ് കോളംസ് ഇവിടെ എൻ്റർ ചെയ്യാം. നമ്പർ ഓഫ് കോളംസ് എന്നുള്ള ഓപ്ഷനിൽ എത്ര കോളംസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അക്കോർഡിംഗ് ടു യുവർ ടെക്സ്റ്റ്, നിങ്ങൾ എത്രമാത്രം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കോളംസിനെ സ്പ്ലിറ്റ് ചെയ്യാം. ചെക്ക് ദീസ് ഓപ്ഷൻ ഇഫ് യു വാണ്ട് ടു ഡ്രോ എ ലൈൻ ബിറ്റ്വീൻ ദി കോളംസ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ലൈൻ ബിറ്റ്വീൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഡയലോഗ് ബോക്സിൽ ലൈൻ ബിറ്റ്വീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ കോളംസിനും നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ കൊടുക്കണമെങ്കിൽ ലൈൻ ബിറ്റ്വീൻ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെലക്ട് പേജ് ലേഔട്ട് ടാബിൽ കോളംസിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് സെലക്ട് ദി കോളംസ്, നമ്പർ ഓഫ് കോളംസ് അല്ലേ. സെലക്ട് ദി നമ്പർ ഓഫ് കോളംസ്, സെലക്ട് നമ്പർ, select the number of columns, and after that if you need more columns, click on more columns option അല്ലേ. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പുകൾ. ഓക്കെ, പേജ് ലേഔട്ട് ടാബിൽ കോളംസിൽ സെലക്ട് ദി നമ്പർ ഓഫ് കോളംസ്. നിങ്ങൾ നമ്പർ ഓഫ് കോളംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത്രയും കോളംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആൻഡ് ഇഫ് യു നീഡ് മോർ കോളംസ്, ഇത്രയും കോളംസ് അല്ല കൂടുതൽ കോളംസ് വേണമെങ്കിൽ മോർ കോളംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഓപ്പൺ അനദർ ഡയലോഗ് ബോക്സ്, മോർ കോളംസിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. ആൻഡ് യു ക്യാൻ സെലക്ട് ഓർ എൻറ്റർ ദി നമ്പർ ഓഫ് കോളംസ്. നിങ്ങൾക്ക് വേണ്ട കോളംസ് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് യു നീഡ് എ ലൈൻ ബിറ്റ്വീൻ ദീസ് കോളംസ് അല്ലേ, കോളംസിന് ഇടയിൽ ലൈൻ ആവശ്യമാണെങ്കിൽ യു മേ സെലക്ട് ദിസ് ലൈൻ ബിറ്റ്വീൻ ഓപ്ഷൻ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോളം. ദെൻ നെക്സ്റ്റ് there is so many examples അല്ലേ. ഒറിജിനൽ ടെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. 2 കോളംസ് ഷോ ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് കോളം ആൻഡ് 4 കോളംസ് വിത്ത് ലൈൻ അല്ലേ. Then if you add any new text in a column, it automatically get adjusted and flows to the next column in the document. നിങ്ങൾ ഒരു കോളത്തിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത്
ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. നെക്സ്റ്റ് കോളത്തിലേക്കോ ഈ കോളത്തിലേക്കോ സ്പ്ലിറ്റ് ചെയ്യും. നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. ഓക്കെ, ദെൻ പേജ് കോളം ബ്രേക്ക്, നോട്ട് ദി പേജ് ബ്രേക്ക്, ഇറ്റ് ഈസ് കോളം ബ്രേക്ക് അല്ലേ. പേജ് ബ്രേക്ക് അല്ല, കോളം ബ്രേക്ക് ആണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ കോളം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ കോളത്തെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം അല്ലേ. എവിടെയാണ്? പേജ് ലേഔട്ട് ടാബിൽ തന്നെ ക്ലിക്ക് ഓൺ ദി ബ്രേക്സ് ഓപ്ഷൻ ടു ഓപ്പൺ ദി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അവിടെ പേജ് ബ്രേക്കിൻ്റെ ഓപ്ഷൻ, ബ്രേക്സ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ആ ബ്രേക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളത്തെ 2 പേജുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. മനസ്സിലായോ? നെക്സ്റ്റ് പേജിലേക്ക് കോളത്തെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ബ്രേക്ക്, കോളം ബ്രേക്ക്. ഓക്കെ, ക്ലിക്ക് ഓൺ ദി കോളംസ് ടു ഇൻസേർട്ട് ദി കോളം ബ്രേക്ക്. നിങ്ങൾക്ക് എത്ര കോളംസ് ആയിട്ടാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കോളം ബ്രേക്ക്. ഓക്കെ, that is column and column break. In today we discussed about watermark, custom watermark, then page border, next column and column break also, and page shading also. Okay, all of you read your textbook very well because it is practical and it is very simple because through this we മേക്ക് അവർ ഡോക്യുമെൻറ്റ്സ് മോർ അട്രാക്റ്റീവ് അല്ലേ. നമ്മുടെ പേജിനെ, നിങ്ങളുടെ നോട്ട്ബുക്ക് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിനെ അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ കഴിയും അല്ലേ. എല്ലാവരും ഭംഗിയായിട്ട് എഴുതാറുണ്ട് അല്ലേ. പേജ് ബോർഡർ കൊടുക്കാം, പേജ് കളർ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആവും നമുക്കറിയാം അല്ലേ. അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതിനെല്ലാത്തിനും നമ്മൾ ഒരു ടാബാണ് കോമൺലി യൂസ് ചെയ്തത്, പേജ് ലേഔട്ട് ടാബ്. ഓക്കെ, പേജ് ലേഔട്ട് ടാബിൽ പേജ് ബോർഡർ കൊണ്ടുവരാനും പേജിന് ബാക്ക്ഗ്രൗണ്ടുകൾ കൊടുക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ദെൻ പേജ് കോളംസ്, കോളം ബ്രേക്ക് ചെയ്യാനും നമ്മൾ ഇന്ന് പഠിച്ചു. ദെൻ all of you read this very well. There is a simple topic also here that we want to take on our next class. Okay, thank you. See you again.